കാസർഗോഡ് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വാർഷിക പൊതുയോഗവും അനുമോദനവും സംഘടിപ്പിച്ചു. ജനാധിപത്യ സഹകരണ വേദി ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. കാസർഗോഡ് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗവും SSLC മുതൽ ഡോക്ടറേറ്റ് വരെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. ജനാധിപത്യ സഹകരണ വേദി ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നമുക്കറിയാം, പുതിയ ഒരു സ്ഥാപനം എന്ന രൂപത്തിൽ പുതിയ ഒരു ബാങ്ക്, കേരളത്തിന്റെ സ്വന്തം ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് കേരള ബാങ്ക് രൂപീകരിക്കപ്പെടുകയുണ്ടായി. ആ ബാങ്ക് രൂപീകരിക്കപ്പെടുമ്പോൾ തന്നെ നമ്മളെപ്പോലുള്ള ആളുകൾ പറഞ്ഞു, ആ ബാങ്ക് പുതിയതായി കേരള ബാങ്ക് രൂപീകരിക്കുമെന്നുള്ളതല്ലാതെ കേരളത്തിലെ 14 ജില്ലകളിലെയും ജില്ലാ ബാങ്ക് ലയിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ കേരള ബാങ്ക് രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്ന് വളരെ മുൻകൂട്ടി നമ്മൾ പറഞ്ഞതാണ്. അന്ന് കേരള ജില്ലാ ബാങ്കിനകത്ത് ജോലി ചെയ്യുന്ന ജീവനക്കാർ പോലും അല്ല, പുതിയൊരു ബാങ്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് ശമ്പളം കൂടും, ശമ്പള വർധന ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഭരണപക്ഷത്തുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കേരള ബാങ്ക് രൂപീകരിച്ചു. എങ്കിലും ആ കേരള ബാങ്കിന്റെ ഇന്നത്തെ പ്രവർത്തനത്തെ കുറിച്ച് നിങ്ങളൊന്ന് വിലയിരുത്തണമെന്ന് പറയാൻ ആഗ്രഹിക്കുക. സൊസൈറ്റിയുടെ പ്രസിഡന്റ് അലോഷ്യസ് ജോർജ് അധ്യക്ഷനായിരുന്നു. KPSTA സംസ്ഥാന സെക്രട്ടറി GK ഗിരിജ +2 കുട്ടികളെയും ഹോസ്ദുർഗ് AEO P ഗംഗാധരൻ SSLC കുട്ടികളെയും KPSTA മുൻ സംസ്ഥാന അസോസിയേറ്റീവ് ജനറൽ സെക്രട്ടറി TK എവുജീൻ ബിരുദ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. KPSTA മുൻ സംസ്ഥാന സെക്രട്ടറി കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി, മുൻ പ്രസിഡന്റ് KP മുരളീധരൻ, KPSTA ജില്ലാ സെക്രട്ടറി K ശ്രീനിവാസൻ, ജോർജ് കുട്ടി ജോസഫ്, ഡയറക്ടർമാരായ CK വേണു, PK വിജേഷ്, DK പ്രഭാവതി, PT ബെന്നി, K ശോഭ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.